പ്രിയപ്പെട്ടവരെ, സുഹൃത്ത് രാജ്യം മൈ ഫ്രണ്ട് മോദി എന്നിട്ടും ഇന്ത്യക്കെതിരെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് പിഴയടക്കം 50% തീരുവയാണ്. ട്രംപ് ഏറ്റവും അധികം ഇറക്കുമതി തീരുവ ചുമത്തിയ 2 രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ്. ബ്രസീലിനും 50% തീരുവ പ്രഖ്യാപിച്ചിരുന്നു. വ്യാപാര രംഗത്ത് US-ന്റെ ബദ്ധവൈരിയായ ചൈനയ്ക്കാകട്ടെ ഇപ്പോൾ നികുതിയിൽ ഇളവ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ബ്രസീലും ചൈനയും ഒക്കെ അമേരിക്കയ്ക്കെതിരെ രൂക്ഷ വിമർശനം നേരത്തെയും നടത്തിയിരുന്നു. എന്നാൽ ഇന്ത്യയുടെ പ്രതികരണം അതിരു കടന്നതായിരുന്നില്ല. നമ്മുടെ രാജ്യത്തിന് പ്രധാനം കർഷകരുടെ താല്പര്യമാണെന്നായിരുന്നു പ്രധാനമന്ത്രി മോദി അന്നും ഇന്നും പറഞ്ഞത്. ഇതിൽ അമേരിക്കയുടെ പ്രധാനപ്പെട്ട ആവശ്യം അമേരിക്കൻ ക്ഷീരോൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയാണ്. അത് ഇവിടെ നടക്കില്ലെന്ന് രാജ്യം കട്ടായം പറയുകയും ചെയ്തു. ആ കാരണങ്ങളാണ് ഇന്ന് നമ്മൾ വളരെ വിശദമായി പരിശോധിക്കുന്നത്. എന്തുകൊണ്ട് അമേരിക്കൻ ക്ഷീരോൽപ്പന്നങ്ങൾ ഇന്ത്യക്ക് വേണ്ട? പ്രേക്ഷകരെ, ഇതാണ് നമ്മുടെ ഇന്ത്യൻ പശു, ഇന്ത്യൻ കൗ. നമ്മുടെ ഈ പശുവിൻ്റെ ആഹാര രീതി, അതാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. ഒപ്പം തന്നെ അമേരിക്കൻ പശുവിൻ്റെ ആഹാര രീതി കൂടി നമുക്ക് പരിശോധിക്കാം. നമ്മുടെ പശു കഴിക്കുന്ന എന്തൊക്കെയാണ്? ഇന്ത്യൻ പശു പില്ല്, പയറുവർഗ്ഗങ്ങൾ, വൈക്കോൽ, എണ്ണക്കുരുവിൻ്റെ പൊടി, കാലിത്തീറ്റ, വെള്ളം. മാത്രമല്ല നമ്മൾ കൊടുക്കുന്ന, നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന വെജിറ്റേറിയൻ ഭക്ഷണങ്ങളെല്ലാം അല്ലേ, സസ്യഭുക്കാണ് നമ്മുടെ കൗ, നമ്മുടെ പശു. പക്ഷേ അമേരിക്കൻ പശുവിൻ്റെ ആഹാര രീതി നമ്മൾ പരിശോധിച്ചാൽ കോഴി ഇറച്ചി, കുതിര ഇറച്ചി, മീന്, കുടിക്കാൻ അറവ് മൃഗങ്ങളുടെ ചോര, ഇതൊക്കെയാണ് അമേരിക്കൻ പശുവിൻ്റെ ആഹാര രീതി. കാണാൻ 2 പശുക്കളും ഏറെക്കുറെ ഒരുപോലെയാണെങ്കിലും ഇവരുടെയൊക്കെ ആഹാര രീതി വ്യത്യസ്തമാണ്. ഇറച്ചിയും മീനും മാത്രമല്ല, പോഷക സമൃദ്ധമായ പാല് ലഭിക്കാൻ, കുടിക്കാൻ അറബ് മൃഗങ്ങളുടെ ചോര നൽകുന്നത് അതുകൊണ്ടാണെന്നാണ് അമേരിക്ക പറയുന്നൊരു ന്യായീകരണം. അപ്പോൾ ഇതിലെ ഇന്ത്യൻ നിലപാട് എന്താണ് എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഇറച്ചിയും മീനും ഒക്കെ കഴിക്കുന്ന പശുവിൻ്റെ പാല് അത് നോൺ വെജിറ്റേറിയൻ ആണെന്നാണ് ഇന്ത്യ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ആ പാല് വേണ്ട. ഇതാണ് ചർച്ചയ്ക്കിടയിൽ ഇന്ത്യൻ പ്രതിനിധികൾ ഉയർത്തിയ വാദം. ഇതിൽ ഇനി അമേരിക്കയുടെ മറുചോദ്യമുണ്ട്. പാല് കുടിക്കുന്ന ഇന്ത്യക്കാർ പശു എന്ത് കഴിക്കുന്നു എന്ന് നോക്കുന്നത് എന്തിനാണെന്നാണ് അമേരിക്ക ഉയർത്തുന്ന ഒരു ചോദ്യം. പാലിൽ രക്തമോ മാംസമോ ഒന്നും തന്നെ അമേരിക്ക കലർത്തുന്നില്ല. പശുവിന് മാത്രമാണ് ഈ പോഷകാഹാരം കൊടുക്കുന്നത്. പശു അത് കഴിക്കാൻ മടിയും കാട്ടുന്നില്ല. പച്ചക്കറി കഴിച്ചാലും മാംസം കഴിച്ചാലും പശു എന്ന മൃഗത്തിൽ നിന്നല്ലേ പാല് വരുന്നത്. വെജിറ്റേറിയൻ കഴിക്കുന്ന പശു ഉൽപ്പാദിപ്പിക്കുന്ന പാല് പോലെ തന്നെയല്ലേ നോൺ വെജായ പശുവിൻ്റെ പാലും? ഇതാണ് അമേരിക്കയുടെ മറുചോദ്യം ഇന്ത്യയോട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ ചോദിക്കുന്നു, സത്യത്തിൽ നമ്മുടെ ഈ പശു നൽകുന്ന പാല് അത് വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ? പാല് വെജിറ്റേറിയൻ ആണോ എന്ന ചോദ്യത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. വെജിറ്റേറിയൻ ആണെന്ന് സ്വയം പറയുന്നവർ പോലും ഈ തൈരും വെണ്ണയും നെയ്യും ഒക്കെ കഴിക്കും. പക്ഷേ വേഗൻസ് എന്നറിയപ്പെടുന്ന വളരെ കർക്കശക്കാരായ പച്ചക്കറിക്കാർ പാലും വെണ്ണയും തൈരും മോരും നെയ്യും മുട്ടയും ഒന്നും കഴിക്കാറില്ല. അവയൊക്കെ നോൺ വെജിറ്റേറിയൻ എന്നാണ് അവരുടെ വാദം. പാല് പശുവിൽ നിന്നാണ് വരുന്നതെങ്കിലും അതിൽ രക്തവും മാംസവും കലരുന്നില്ല എന്നതിനാലാണ് വെജിറ്റേറിയനായി അതിനെ കണക്കാക്കുന്നത്. അതേ സങ്കല്പം വെച്ചാണെങ്കിൽ നോൺ വെജിറ്റേറിയൻ പശുക്കളുടെ പാല് കുടിക്കുന്നതിൽ എന്താണ് പ്രശ്നം? പശുവിൻ്റെ പാലാണ് പ്രധാനമായും കുടിക്കുന്നത് എങ്കിലും ആട്ടിൻപാലും കുതിരപ്പാലും ഒട്ടകപ്പാലും ഒക്കെ കുടിക്കുന്നവരുണ്ട്. ഇവയ്ക്കൊക്കെ ഭക്ഷണത്തിനൊപ്പം തന്നെ മാംസവും രക്തവും ഒക്കെ കലർത്തി നൽകുന്നുമുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ പാല് ഇന്ത്യയിൽ വിറ്റാൽ വെജിറ്റേറിയൻ എന്ന വ്രതം മുറിയും എന്നാണ് ഇന്ത്യൻ സംഘത്തിൻ്റെ വാദം. അതിനെ വളരെ പരിഹാസമായാണ്, അല്ലെങ്കിൽ ഒരു പരിഹാസവാദമായിട്ടൊക്കെയാണ് അമേരിക്ക കാണുന്നത്. അപ്പോൾ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. അമേരിക്കയുമായുള്ള വ്യാപാര കരാർ ഒപ്പിടാൻ ഒരുങ്ങുമ്പോൾ ഇന്ത്യൻ സംഘത്തിന് മുന്നിൽ ഉണ്ടാകേണ്ട വിഷയം യഥാർത്ഥത്തിൽ ഈ വെജിറ്റേറിയൻ പാൽ നോൺ വെജിറ്റേറിയൻ പാലാണോ, അതോ കർഷകർക്ക് ദോഷമാണോ എന്നത് മാത്രമായിരിക്കണോ? സത്യം പറഞ്ഞാൽ ഈ വിഷയം അത് കർഷകർക്ക് എങ്ങനെ ദോഷമായി ബാധിക്കുന്നു എന്നത് വേണ്ടേ നമ്മുടെ ഒരു പ്രഥമ പരിഗണനയിലേക്ക് വരേണ്ടത്. കാരണം നമ്മുടെ കർഷകർ ഈ ക്ഷീരോൽപ്പന്നങ്ങൾ ഇവിടേക്ക് ഇറക്കുമതി ചെയ്താൽ എന്തു ചെയ്യും എന്നൊരു പരമപ്രധാനമായ ചോദ്യമാണ് ശരിക്കും ഉയരേണ്ടത്. അതിന് പകരം ഇവിടെ ഉയർത്തിക്കൊണ്ടുവരുന്നത് പശുവിന് നൽകുന്ന തീറ്റ അത് വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ എന്നൊരു വിഷയമാണ്. പ്രധാനമന്ത്രി കർഷക താല്പര്യമാണ് പ്രധാനമെന്ന് പറഞ്ഞത് കർഷകരോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല, ഈ നോൺ വെജ് പാൽ ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടുകൂടിയാണ്.